ദീർഘദൂര യാത്രക്കാർക്ക് ഇടയ്ക്കൊന്ന് വിശ്രമിക്കാനും പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാനുമൊക്കെയായിരുന്നു സർക്കാർ ടേക്ക് എ ബ്രേക്ക് പദ്ധതി ആരംഭിച്ചത്. പക്ഷേ പലയിടത്തും പദ്ധതി ഉദ്ദേശിച്ച ഫലം കണ്ടില്ല. അതിനൊരു ഉദാഹരണമാണ് വയനാട് പൊഴുതന പഞ്ചായത്തിലെ പാതി വഴിയിലായ ടേക്ക് എ ബ്രേക്ക് പദ്ധതി. ഏറ്റെടുത്ത സ്ഥലമാകട്ടെ കാട് മൂടിക്കഴിഞ്ഞു. കാണാം കാളിദാസൻ ദേവദത്തം തയ്യാറാക്കിയ റിപ്പോർട്ട്. ബ്രേക്ക് പോയ ടേക്ക് എ ബ്രേക്ക്. വയനാട് പൊഴുതന പഞ്ചായത്തിലെ ടേക്ക് എ ബ്രേക്ക് പദ്ധതിക്കായി ഏറ്റെടുത്ത സ്ഥലമാണിത്. പദ്ധതി പ്രകാരം വിശ്രമ കേന്ദ്രങ്ങൾ തയ്യാറാണ്, പക്ഷേ മനുഷ്യർക്കല്ല എന്ന് മാത്രം. പൊഴുതന പഞ്ചായത്തിൽ വൈത്തിരി തരുവണ റോഡിൽ അച്ചൂരിലാണ് ടേക്ക് എ ബ്രേക്ക് പദ്ധതിക്കുള്ള സ്ഥലം കണ്ടെത്തി പ്രവർത്തനം ആരംഭിച്ചത്. പഞ്ചായത്തിലെ മാലിന്യ നിക്ഷേപ കേന്ദ്രമായിരുന്ന സ്ഥലം വൃത്തിയാക്കി പച്ചത്തുരുത്ത് നിർമ്മിച്ച വഴിയോര വിശ്രമ കേന്ദ്രം ഒരുക്കുന്നതായിരുന്നു പദ്ധതി. 2018 മുമ്പ് ഇവിടുത്തെ വേസ്റ്റ് കൊണ്ട് ഡംപ് ചെയ്യുന്ന സ്ഥലമായിരുന്നു. അപ്പോൾ അത് പൊതുജന ശല്യമായി മാറി ആളുകളൊക്കെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ ഭരണസമിതി അത് നീക്കം ചെയ്യും. അതിനുശേഷം അത് പച്ചത്തുരുത്തായി പ്രഖ്യാപിക്കുകയും ശുചിത്വ മിഷൻ്റെ ഒരു ഫണ്ട് ഉപയോഗിച്ചിട്ട് 2 ബാത്റൂമും ടേക്ക് എ ബ്രേക്ക് പദ്ധതി പ്രകാരം ചെയ്തിട്ടുണ്ടായിരുന്നു. പൂക്കോട് ലൈക്ക് ടു ബാണാസുരയുള്ള റോഡാണ്. ടൂറിസ്റ്റുകൾ നല്ല രീതിയിൽ പോകുന്നതാണ്. അപ്പോൾ അവർക്കൊരു ബ്രേക്ക് ചെയ്തിട്ടൊന്ന് റെസ്റ്റ് എടുക്കാനൊക്കെ ഉള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് അത് വെച്ചിട്ടാണ് ഞങ്ങളിപ്പോൾ ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. വിനോദസഞ്ചാരികൾ അടക്കമുള്ള യാത്രക്കാർക്ക് വിശ്രമിക്കാനുള്ള ഇടമായി മാറുന്ന പദ്ധതി ഏറെ പ്രതീക്ഷയോടെയാണ് ജനങ്ങൾ കാത്തിരുന്നത്. ഇവിടെ മരങ്ങൾ വെച്ച് പിടിപ്പിക്കാനും പൂന്തോട്ടം നിർമ്മിക്കാനും തീരുമാനിച്ചിരുന്നു. എന്നാൽ ആ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതിലും മുൻ ഭരണസമിതിയുടെ ക്രമക്കേടുകൾ ഉണ്ടായെന്ന് നിലവിലെ പഞ്ചായത്ത് അധികൃതർ. കഴിഞ്ഞ ഭരണസമിതിൻ്റെ കാലത്ത് വികസന സെമിനാറിലും വർക്കിംഗ് ഗ്രൂപ്പിലൊക്കെ പങ്കെടുത്ത ഒരു വ്യക്തിയാണ് ഞാൻ. അന്ന് കാലത്ത് തന്നെ അന്നത്തെ മിനിസ്ട്രിയിൽ ഞങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ പച്ചത്തുരുത്ത് ഈ 2 ടൂറിസ്റ്റ് കേന്ദ്രം ബാണാസുര അതുപോലെ തന്നെ പൂക്കോട് ലൈക്കിൻ്റെ സെൻറ്ററായിട്ടാണ് വരുന്നത്. അവിടെ ഒരു നല്ല ടൂറിസത്തിന് നല്ലൊരു സാധ്യതയുള്ള മേഖലയാണ്. അത് ടൂറിസമായിട്ട് കൊണ്ടുവരണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. ഞങ്ങൾ മിനിസ്ട്രിയിൽ രേഖപ്പെടുത്തിയാണ്. പക്ഷേ കഴിഞ്ഞ ഭരണസമിതിക്ക് അത് കൃത്യമായ രീതിയിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. പദ്ധതിയുടെ ഭാഗമായി ടോയ്ലറ്റ് കെട്ടിടം നിർമ്മിക്കുകയും ഇവിടെയുള്ള കിണർ, തോട് എന്നിവ വൃത്തിയാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ തുടർ പ്രവൃത്തികൾ മുടങ്ങിയതോടെ ഇവിടം കാട് കയറിയ നിലയിലായി. ലക്ഷങ്ങൾ ചെലവഴിച്ചാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കിയത്. ആ പദ്ധതി ഇപ്പോൾ ആകെ കാട് മൂടി കിടക്കുകയാണ്. സാമൂഹ്യ വിരുദ്ധ താവളമാക്കി മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ലക്ഷങ്ങൾ മുടക്കിയ ഒരു ബാത്റൂം, ടോയ്ലറ്റ് അടക്കമുള്ള സംവിധാനങ്ങൾ അതിനുള്ളിലുണ്ട്. അതുകൊണ്ടൊന്നും പോകാൻ കഴിയാത്ത ഒരു സ്ഥിതിയാണുള്ളത്. അത് മാത്രമല്ല ഇവിടെ പുലിശല്യം വല്ലാണ്ട് ഉള്ളൊരു പ്രദേശമാണ്. അപ്പോൾ അത് ജനങ്ങളും അതുപോലെ തന്നെ നമ്മുടെ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ ഒരു പ്രയാസം ഉണ്ടാക്കുന്ന രീതിയിലാണുള്ളത്. വിവിധ ടൂറിസം കേന്ദ്രങ്ങളിലേക്ക് എത്താനുള്ള പ്രധാന പാതയായ ഇവിടെ വിശ്രമ കേന്ദ്രം സ്ഥാപിക്കുന്നത് വിനോദസഞ്ചാരികൾക്ക് ഏറെ ആശ്വാസമാകുമെന്ന് പ്രദേശവാസികൾ. ദീർഘവീക്ഷണത്തോടു കൂടി ഇപ്പോഴുള്ള ഭരണസമിതി ഞങ്ങൾക്ക് എന്തായാലും ഒരു ഉറപ്പുണ്ട്. അതെന്തായാലും ഇതിൽ ഡെവലപ്പ് ആകുന്ന രീതിയിൽ ഞങ്ങൾ പല പ്രൊപ്പോസലിൽ വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഒരു രീതി കാണുകയാണെങ്കിൽ ഈ പഞ്ചായത്തിന് തന്നെ ഒരു തനത് വരുമാനം വരുന്ന രീതിയിലേക്ക് ഈ 5 ഏക്കറോളം സ്ഥലം ആക്കിയെടുക്കുക എന്നുള്ളതാണ്. മാറി മാറി വരുന്ന സർക്കാരുകൾക്കും ഭരണസമിതികൾക്കും എന്നും അഴകാണ് അവർ പ്രഖ്യാപിക്കുന്ന പുത്തൻ പദ്ധതികൾ പ്രഖ്യാപിക്കാൻ എളുപ്പമാണ്, അത് നടത്താനാണ് പ്രയാസം. പൊഴുതനയിലും കാലതാമസമില്ലാതെ ടേക്ക് എ ബ്രേക്ക് പദ്ധതി യാഥാർത്ഥ്യമാകുമെന്ന് തന്നെ പ്രത്യാശിക്കാം. ക്യാമറാമാൻ മനു ദാമോദരനും പ്രകാശൻ വള്ളത്തിനുമൊപ്പം കാളിദാസൻ ദേവദത്തം, 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.